രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേ. വാണിടുക നാരദമെന്നുടെ നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുധാ നാവിന്മേൽ നടനം ചെയ്യണം ഏകാംഗനേ യഥാ കാനനേ ദിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. പാരാതെ സലക്ഷണം മേൽ മംഗലശീലേ
വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോത്ഭവസുത നന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീമഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാതി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനപാം സുസഞ്ജയം മമ ചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരിക്കാണായൊരു ഭൂതദേവപ്രവരന്മാർ തത്വരശാഭാദികൾ ദാതൃശങ്കര വിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞനാനിനാമാധ്യനായുള്ളൊരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീ രാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടുന്നേൻ. വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണക്കേണം. സുരസംഹതിപതി തദനുസ്വാഹാപതി വരദൻ പിതൃപതി നിരുതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മദിനപതി ഗേഡവാനാം പതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയാമൊരടിയന്നെ അനുഗ്രഹിക്കേണം. അകമേ സുഗമേ ഞാൻ
അനിശം വന്നിക്കുന്നേൻ. അഗ്രജന്മമ സദാം വിദൂഷാമഗ്രേശ്വരൻ മൽഗുരുനാഥൻ അനേകാന്താവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാം ആചാര്യനും. മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലിതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടുദാദാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണിടിനാൾ. വാണിടുക ഔവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നതു താനുമതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപ അത്യന്തം രഹസ്യമീ അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും. അസന്നിഗ്ധമിജന്മം കൊണ്ടേ ഭക്തി കൈകൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവാൻ എത്രയും ചുരുക്കി ഞാൻ രാമമഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായൊരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുക്താദ്യപ്തി മധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചൊരു ശേഷം അദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സവിഷ്ടം ധ്യാനനിഷ്ടം ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരീ ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര
മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാപ്തേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കിലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾക്കൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശചേതസ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിലെനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതവണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷം അകതാരിലേറ്റമുണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധ്വത്വം തീർന്നുകൂടി ചേതസി ജഗൽപതേ. ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരമാഗ്രഹമുണ്ടു. ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുദേ കനിഞ്ഞരുൾ ചെയ്തിടണമാരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിതു ചൊൽവാൻ. ഈശ്വരീ കാർത്യായനി പാർവതി ഭഗവതി. ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ. ജഗദാധ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടു അരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കേണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാളെ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറിക അറിയാനാഗ്രഹമുണ്ടായതും ഭക്തതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർത്തിക്ക തന്നെ മൂലം. ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവിൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദനാധിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം
ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ. അദ്വയനാദ്യയൻ അവ്യയനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുമോരജ്ഞാനികൾ. മാനസം മായ തമസംവൃതമാകമൂലം സീതാരാഘവ മരുൽസുനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പത്നികണ്ഠകനെ കൊന്നു. ദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യപുക്കും അഭിഷേകവും ചെയ്തു. സത്താമാത്രാത്മാ സകലേശനവ്യയന്നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാൽപജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു. നിർമ്മലമണിസൽ കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നു അരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലമ്മാറുഭക്ത്യ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനേ നീ കണ്ടായല്ലി, നിന്നിലും എന്നിലും ഉണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ. നിർമ്മലാനാത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ. നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾക്കു മുമ്പനല്ലോ. കൽമഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവനിന്നറിയിക്കേണമിപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ. ശ്രീരാമദേവൻ അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ. ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം
സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനേ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികൾ ഇല്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനാം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വം ഇനി ചൊല്ലിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായടോ. എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാരവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ. ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തൊരു ദുഷ്ടയാം പാടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബുദ്ധമോദേന പുക്കു യാഗരക്ഷയും ചെയ്തു. സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടു പോകുന്ന നേരം ഗൗതമഭക്തിയായോരു അഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പുക്കു മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൾപ്പുക്കുതടുത്തൊരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വൻപോടയോധ്യയും പുക്കു 12 സംവത്സരമിരുന്നു സുഖത്തോടെ. താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവു കൈകേകിയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പുക്കു. വൃത്താന്തം കേട്ട ശേഷം ചിന്താശോകത്തോടു ഉദയക്രിയാദികൾ ചെയ്തു. ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം പുക്ക കാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ടു. പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയേ രക്ഷോവംശത്തെ ഒടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്ര വാണിടും കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ. രക്ഷോനായകനുടെ സോദരി ശൂർപ്പണഖ
ലക്ഷ്മണനവളുടെ നാസികാച്ഛേദം ചെയ്തു. ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും. കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണക പോയി രാവണനോടു ചൊന്നാൾ, മായയാ പൊന്മാനായി വന്ന മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ. മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ട കബദ്ധൻ തന്നെ കൊന്നു മോക്ഷവം കൊടുത്തുപോയി. ശബരി തന്നെ കണ്ടു മോക്ഷധനം അവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു. പുക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ. നിന്നോടും കൂടെ മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പു എന്നന്യോന്യം സഖ്യം ചെയ്തു. വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു. ദക്ഷിണജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം. പിന്നെ ശ്ലേഷം പുത്രമിത്രാമാതൃഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ അസ്ത്രേണ വധം ചെയ്തു. രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണനു അഭിഷേകവും ചെയ്തു. പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടും വിടവാങ്ങി പുഷ്പകം കരേറി. ദേവകളോടും അനുവാദം കൊണ്ടയോധ്യയാം രാജ്യത്തിനഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജ്യനായി ഇരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ. യാജ്ഞനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗൽഗുരു നിർഗുണൻ ജഗദഭിരാമനവ്യയൻ അനേകാനന്ദാത്മകനാത്മാ രാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്യുത്ഭൃംഗാ രാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതൻ. ഒരു വസ്തു ചെയ്കയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ. തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു. തന്മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചനതത്വവും ഉപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു. മഞ്ജുളവാച പുനരവനോടുര ചെയ്തു.
പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ. തേജോരൂപിണിയാകും എന്നുടെ മായതങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കപിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ. കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. മദ്ഭക്തിയായുള്ളവൻ അപ്പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മദ്ഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സ്വൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമി ദൊരുനാളും മൽഭക്തിഹീനന്മാരായി മേവീടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതെടോ. പരമമുപദേശം ഇല്ലതിന്മീതേയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്തു. രാമമഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷദം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ട നാരദം പഠിച്ചിടുന്ന പൂമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ. മർക്കരപ്രവരനോടെന്നതു സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേയി ദുഷ്ടൻ ലോകനിന്ദിതൻ ഏറ്റമെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും ലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങിടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാകാമുക പരമേശ്വര ദയാനിധേ പന്നഗവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ
സന്നമായിതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമതത്വാമൃതമാം രസായനം തന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ. നിർണയമതുമൂലം ഒന്നുണ്ടു ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചു അരുൾ ചെയ്തതേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തന്മഹാത്മ്യങ്ങളെല്ലാം കിംഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ. കിങ്കണന്മാരായുള്ളോർ അർത്ഥവുമുണ്ടായി വരാ. കിമൃണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായി വരാ. കിംദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുൾ ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യമിങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ. സുന്ദരഗാത്രീ കേട്ടുകൊള്ളുകെന്നരുൾ ചെയ്തു. വേദാവു ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംഹിതം അരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി ചമച്ചാനതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടാൻ. ഏവം പുരാ അധ്യാത്മരാമായണമെന്നു പേരിതിന്നിത അധ്യയനം ചെയ്യുന്നോർ കദ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടുമെത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ. ഭക്തിഗന്ധരമുഖ രാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ. വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്കയെന്നേ മറ്റൊരു കഴിവില്ല. സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരാ ആരൂഢഗേധം തമ്മേ കൂട്ടിക്കൊണ്ടങ്ങുപോയി. ക്ഷീരസാഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോടും കൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നീടിനാൻ വഴി പോലെ. അന്നേരമൊരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവത് രൂപം മനോഹരം.
ചന്തക മനോഹരം ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനനപൂർണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിരാമനോഹരം ഇന്ദിരവക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം വത്സലാഞ്ചനവത്സം പാദപങ്കജഭക്തവത്സലം സമസ്തലോകോത്സവം സൽസേവിതം മേരുസന്നിഭ കിരീടോദ്യ ഉണ്ടലമുക്താഹാരകേയൂരാംഗത കടകകടിസൂത്രവലയാങ്കുലീയ ഗാദ്യഖില വിഭൂഷണ കലിത കളേവരം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ സത്യജ്ഞാനന്ദാനാമൃത അദ്വയമേകം നിത്യവും നമോസ്തുതേ കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായതബോധ യജ്ഞാദികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനുമാവതില്ല. നിൻ തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ് മന്ദികെ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ. സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യ ബുദ്ധ്യ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കേണം. ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി സംസാരാമയ പരിതപ്താനമാനസന്മാരാം പുംസാ തൊൽഭക്തി ഒഴിഞ്ഞില്ല ഭേഷജമേതും മരണമോർത്തു മമ മനസി പരിതാപം കരുണാമൃതനിധേ പെരികെ വളരുന്നു. മരണകാലേ തവ തരുണാരുണ സമാചരണ സരജിസ്മരണമുണ്ടാവാനായി തരികവരം നാഥ കരുണാകരാ പോറ്റി ശരണം ദേവ രമാരമണ ധരാപദേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ പരമ പരമാത്മൻ പരബ്രഹ്മാഖ്യാ ജയ പരചിന്മയ പരാപര പത്മാക്ഷാ ജയ വരദ നാരായണ വൈകുണ്ഠ ജയ ജയ ചതുരാനനിധി സ്തുതി ചെയ്തോരു നേരം മധുരതമതി വിശദസ്മിതം പൂർവം അരുളി ചെയ്തു നാഥ. എന്തിപ്പോളെല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാൻ ഇവിടേക്കുഴറ്റോടെ വരുവാൻ മൂലം അതു ചൊല്ലുകെന്നതു കേട്ടു സരസീരുഹഭവനീവണ്ണം ഉണർത്തിച്ചു. നിന്തിരുവടി
തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി. എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിതിക്കാലം നാഥ. പൗലസ്ത്യതനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപദേ. മദ്ധത്തവരബലതർപ്പിതനായിട്ടതിനിർദ്ധയം മുടിക്കുന്നു വിശ്വത്തെ എല്ലാമയ്യോ. ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. പാകശാസനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മഭക്തികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറിഞ്ഞിതു മുടിഞ്ഞു മര്യാദയും. മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപദേ. നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പത്നികന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ. സന്തതം നമസ്കാരമതിനു മധുരിപോ ചെന്തളിരിടയിണ ചിന്തിക്കയായി വരേണമേ. പത്മസംഭവൻ ഇത്തമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി ദത്തമായിതുവരം സുപ്രസന്നേന മയാ തത്വസത്യം കർത്തുമുദ്യോഗമദ്വൈവമേ. കശ്യപൻ ദശരഥനാംന രാജനേന്ദ്രനായി കാശ്രുപീതലേ തിഷ്ടത്രുതനാ വിദിതാവേ. തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും തസ്യാത്മാജനയായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ചിൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായാദേവിയും. ജനകാലയേ വന്നു കീകസാത്മജ കുലനാശകാരിണിയായി മേദിനി തന്നിൽ അയോനിജയായുണ്ടായി വരും. ആതിഥേയന്മാർ കവിവീരരായി പിറക്കേണം. മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനെന്നാൽ അരുൾ ചെയ്തു നാഥൻ. വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആദി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി ഗേതമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയും ആശ്വസിച്ച ശേഷം മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടു അരുളി ചെയ്താലേവം.
ദാനവാരാദി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും. വാസരാദീശ്വാന്വയെ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം വാസുദേവനെ പരിചരിച്ചുകൊള്ളുവാനായി. ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കേണം. മാനിയാം ദശാനനഭൃത്യന്മാരാകും യാതുദാനവീരന്മാരോടു യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹാദ്വാരവൃക്ഷങ്ങൾ തോറും വാനര പ്രവരന്മാരായേതും വൈകിടാതെ സൂത്രാമാദികളോടു പത്മസംഭവൻ നിജ ഭർത്തുശാസനം അരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും പുക്കു സത്വരം ദരിദ്രിയും സപ്തസന്താപം അതിസ്തനായി മരുവിനാൾ. തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവെ ഹരിരൂപധാരികളായാരല്ലോ. മാനുഷഹരി സഹായാർത്ഥമായി തതസ്തോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വതവൃക്ഷോബലായോധികളായി ഉന്നത പർവ്വത തുല്യശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷ്യമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചു വാണാരല്ലോ.